ഇപ്പൊ വോക്കൽസിനെ നേരത്തെ പറഞ്ഞപ്പോ വോക്കൽ ഹൈജീൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും അതിന്റെ പ്രിക്കോഷൻസ് പോലെ? വാം അപ്സ് മാതിരിയുള്ള കുറച്ച് വാം അപ്പ് എക്സസൈസസും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യും. പിന്നെ യൂഷ്വലി തണുപ്പ് കഴിക്കാതിരിക്കുക അങ്ങനത്തെ. എനിക്ക് തണുത്ത വെള്ളം പണ്ടേ പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ തണുത്ത വെള്ളം കുറെ വർഷങ്ങളായിട്ട് സെൻസിറ്റീവ്, എനിക്ക് പെട്ടെന്ന് തൊണ്ട പ്രശ്നം വരും. അപ്പൊ ഞാൻ തണുത്ത വെള്ളം എന്താ പറയാ, പുറത്തൊക്കെ പോയി ഷോസ് ചെയ്യുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് ആവുമല്ലോ ക്ലൈമറ്റ് വൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി. അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ജസ്റ്റ് ട്രൈ ടു സ്റ്റേ വാം. പിന്നെ നമ്മൾ കഴുത്തിന്റെ ആ ഒരു ഭാഗം, ചെവി, മെയിനായിട്ട് ചെവിയാണ്. നമ്മൾ ഇവിടെ തണുപ്പ് കാറ്റടിക്കുമ്പോഴാണ് നമ്മുടെ ഇത് എഫക്റ്റ് ആവുക. അപ്പൊ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കുറെ കാലങ്ങളായിട്ട് വാം വാട്ടറാണ് കുടിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമായിട്ടാണ് കേട്ടോ. നമ്മൾ വാം വാട്ടർ കുടിച്ച് ഇഷ്ടമായിട്ടുള്ളതുകൊണ്ട് എപ്പോഴും ഐ ട്രൈ ടു ഹാവ് വാം വാട്ടർ, അല്ലെങ്കിൽ നോർമൽ വാട്ടർ. ഇപ്പൊ വാം വാട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ. പക്ഷെ തണുത്ത വെള്ളം കുറെ വർഷങ്ങളായിട്ട് ഞാൻ കുടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 8th സ്റ്റാൻഡേർഡിലോ 9th സ്റ്റാൻഡേർഡിലോട്ട് നിർത്തിയതാ. പിന്നെ ഞാൻ തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല. അപ്പൊ പുറത്തു പോയി അങ്ങനെ ജ്യൂസൊന്നും കുടിക്കില്ല. എന്താ വെച്ചാൽ എല്ലാത്തിലും ഒരു ഐസൊക്കെ ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്പെസിഫിക്കലി പറയും ജ്യൂസ് അങ്ങനെ കുടിക്കാൻ തോന്നുകയാണെന്ന് പറയും ഐസ് ഇടാത്തത്, ഐസ് വെള്ളം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെറും സാധാ വെള്ളത്തിലൊക്കെ ജ്യൂസ്. അപ്പൊ കാണുന്നവരായിരിക്കും എന്തിനാ ജ്യൂസ് കുടിക്കുന്നത്. എന്റെ മെയിൻ ജീവിതം ഇതാണ്. അതിനെ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ.